ഇന്ന് ഞായറാഴ്ച സ്പെഷ്യൽ വിഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നെയ്ച്ചോറും ചിക്കൻ കറി, ചിക്കൻ പൊരിച്ചതെല്ലാം ആക്കാൻ വേണ്ടിയിട്ടുള്ള തിരക്കിലാണ് കേട്ടോ. മക്കളെല്ലാം ഇന്നുണ്ട്, സ്കൂളില്ലല്ലോ. അപ്പോൾ അവർ ഉച്ചക്ക് ഇങ്ങനെ വീട്ടിൽ നിന്ന് ശനി ഞായറും ദിവസങ്ങളിലല്ലേ കഴിക്കും. ബാക്കിയെല്ലാം ഇങ്ങനെ രാവിലത്തെ പലഹാരമെല്ലാം എടുത്തിട്ട് സ്കൂളിൽ പോകുന്നതല്ലേ. അപ്പോൾ നമ്മൾ ഞായറാഴ്ച ഇങ്ങനെ എന്തെങ്കിലും എല്ലാം ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതാ നെയ്യെല്ലാം ഒഴിച്ചിട്ട് മറ്റേ നമ്മളെ ഇതില്ലേ പട്ട, കറാമ്പൂ അങ്ങനത്തെ എല്ലാം ഇല്ലേ, ഏലക്കായി അതെല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ചൂടായതിന് ശേഷം ഞാൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം ഇട്ടിട്ട് അതൊന്ന് നല്ലോണം ഇങ്ങനെ മൂത്ത് വരുമ്പോൾ അതിനെ കോരി എടുക്കലാണ് കേട്ടോ. അപ്പോൾ പലതരത്തിൽ ഞാനിങ്ങനെ നെയ്ച്ചോറ് ഉണ്ടാക്കലുണ്ട്. ഇന്നിങ്ങനെ ഉണ്ടാക്കുന്നത് കുക്കറിലും ഉണ്ടാക്കും, പിന്നെ വെള്ളം തിളപ്പിച്ച് അതിലിട്ടിട്ടുണ്ടാക്കും, അങ്ങനെയെല്ലാം അരി വറുത്തിട്ടുണ്ടാക്കും, അങ്ങനെയെല്ലാം ആക്കുവേ. അപ്പോൾ ഇന്ന് ഇതെല്ലാം കോരിയെ മാറ്റി, പിന്നെ ഇന്ന് ഒരു ഉള്ളി ഞാൻ അരിഞ്ഞതാണ്. അധികം ഉള്ളി ഇടുന്ന ഇഷ്ടം മക്കൾക്ക് ഇഷ്ടമല്ല, വേറെ തന്നെ മാറ്റി വെക്കോട്ടെ. അപ്പോൾ ഒരു ഉള്ളി, വലിയ ഉള്ളി തന്നെയാണ്, അത് മതി. അതെടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നെയ്യുടെ കൂടെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിനെ, കൂടുതൽ നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും. അപ്പോൾ ഉള്ളിയെല്ലാം ഇങ്ങനെ അധികം ഒരു ബ്രൗൺ നിറമായിട്ട് പൊരിച്ചെടുക്കൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് അതിലേക്ക് നമ്മളെ ഒരു അരക്കഷ്ണം ക്യാരറ്റ് ഇട്ടിട്ട് ഒന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ ഇല്ലേ, അതിലേക്ക് ഇനി അരിക്ക് കണക്കായ വെള്ളം ഒഴിച്ചിട്ട് 3 ഗ്ലാസ് അരി എടുത്തതിന് അതിന് 6 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലോണം ഉപ്പെല്ലാം ഇട്ട് തിളച്ചതിന് ശേഷം ഈ അരീന കഴുകി വാരി ഇടലാന്ന് കേട്ടോ. നല്ല അടിപൊളി നെയ്ച്ചോറാവേ. ഞാൻ എങ്ങനെ ആക്കുമ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. പലതരത്തിൽ ഞാൻ എളുപ്പപ്പണി വേഗമാക്കും. അപ്പോൾ ഇത് അരിക്ക് ഭയങ്കര പൈസ അല്ല, അതുകൊണ്ട് എല്ലാം തടകി വാരി എടുക്കുകയെന്ന് കേട്ടോ. ഒരൊറ്റ ഒന്നും കളയാണ്ട് എല്ലാം അതിലേക്ക് ഇടുകയെന്നേ. നല്ല വിലയാണ് ഈ അരിക്ക്, നല്ല പൈസയല്ലേ. നല്ല മണമില്ല, മുന്തിയ വിലേൻ്റെ അരി തന്നെയാണ് വാങ്ങിയിനി. അപ്പോൾ എല്ലാം ഒന്ന് ഇളക്കി കൊടുത്ത് ഉപ്പെല്ലാം നോക്കി അടച്ച് വെക്കുക. അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് സമയം വലിയ ഇതിലെല്ലാം തീ വെച്ചിട്ടില്ലേ, പിന്നെ ഞാൻ ചെറുതാക്കലാന്ന് കേട്ടോ, കുറച്ച് സിമ്മിലിട്ട് വെക്കലാന്നേ. അപ്പോൾ നെയ്ച്ചോറെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി വേവാനുണ്ട്, അപ്പോൾ ഒന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ ഇതെല്ലാം വിനോദേട്ടൻ ഇപ്പുറത്തുനിന്ന് കഴുകുന്നുണ്ട് കേട്ടോ. ഈ കുക്കറിൽ കുറച്ച് ഗോതമ്പുണ്ട്, അത് പായസമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് നമുക്ക് ഉച്ചക്ക് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ലേ, കുക്കറിലിട്ടിട്ട് നെയ്യെല്ലാം ഒഴിച്ചിട്ട് ഇങ്ങനെ അടിക്കാൻ വെച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അണ്ടിപ്പരിപ്പും മുന്തിരിയെല്ലാം ഇട്ട് കൊടുത്ത് നെയ്ച്ചോറ് റെഡിയായേ. അപ്പം കുറച്ച് നെയ്യോ അവസാനം ഒഴിച്ച് കൊടുത്തിട്ട് കണ്ട നല്ല സൂപ്പർ നെയ്ച്ചോറ്. എത്ര പെട്ടെന്നാണ് റെഡി ആയത് നോക്കി. അങ്ങനെ എൻ്റെ അടിപൊളി നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൽ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളി, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനത്തെ എല്ലാം പേസ്റ്റ് എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ വഴറ്റിയിട്ട് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഗരം മസാല എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി ഇങ്ങനെ ആ പൊടിയെല്ലാം ഒന്ന് ചൂടാവണ്ടേ, പച്ചമണം മാറുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം ആ കഴുകിയെടുത്ത ചിക്കൻ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വെച്ച് തന്നെ അത് ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് വെള്ളമെല്ലാം ഒഴിച്ചിട്ട് അങ്ങനെ ചിക്കൻ കറി ഇവിടെ റെഡിയായേ, സെറ്റായേ. എന്നിട്ട് മല്ലി ഇലയില്ല ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടി വിനോദേട്ടൻ അതിലേക്ക് ഞാൻ ഒന്ന് നല്ലപോലെ ഇട്ടോന്ന്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ പൊരിക്കൽ, അത് മക്കൾക്ക് ഇഷ്ടം, വിനോദേട്ടൻ പൊരിച്ചല്ലെന്ന്. അപ്പോൾ അങ്ങനെ ചിക്കൻ പൊരിച്ചൊന്നും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എൻ്റെ നെയ്ച്ചോറ് റെഡി, ചിക്കൻ കറി റെഡി. പിന്നെ പുതിനയുടെ ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്, അതിന് തൈരെല്ലാം ഒഴിച്ചിട്ട് അതും ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ഈ ഞായറാഴ്ച ആണുങ്ങൾ നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് അടുക്കളയിൽ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക രസമാണെന്നല്ലേ, എനിക്കിഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചിക്കൻ കറിയെല്ലാം വിനോദേട്ടൻ തന്നെയാണ് അധികം ആക്കൽ ഞായറാഴ്ച ദിവസം. അപ്പോൾ അതെൻ്റെ പുതിനയില റെഡിയായി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യുക.